അപ്പോൾ എന്താണ് പൂർവ്വജന്മം അല്ലെങ്കിൽ എന്താണ് പുനർജന്മം? നമുക്കറിയാം പൂർവ്വജന്മം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ജന്മത്തിലേക്ക് കടന്നു വരാനായിട്ട് ഏതൊക്കെ ജന്മങ്ങളിലൂടെയാണോ കടന്നു വന്നിട്ടുള്ളത് ആ ജന്മങ്ങളെയാണ് നമ്മുടെ മുൻജന്മം അല്ലെങ്കിൽ പൂർവ്വജന്മം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനിയും നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്ന ജന്മങ്ങളെയാണ് നമ്മുടെ പുനർജന്മങ്ങളെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം നമ്മളെല്ലാം ഏറ്റവും സൂക്ഷ്മതലത്തിൽ നമ്മുടെ ഈ ശരീരവും നമ്മൾ കാണുന്ന എല്ലാ മാറ്റവും എനർജിയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ എനർജിയെ നമുക്ക് നശിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ പുതുതായിട്ട് സൃഷ്ടിക്കുവാനായിട്ടോ സാധിക്കില്ല എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. ഇനി ആ എനർജി മാത്രമാണോ നമ്മളെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പ്രപഞ്ചത്തിൽ എനർജി മാത്രമല്ല ഉള്ളത്. അതിന് പകരം ഈ പ്രപഞ്ചത്തിൽ ഒരു ബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ അഖണ്ഡമായ ബോധാവസ്ഥയിലാണ് നമ്മളെല്ലാം ആയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഈ എനർജി എന്ന് പറയുന്നത് ആ എനർജി പ്രവർത്തിക്കുന്നത് പോലും ഈ അഖണ്ഡമായ ആ ഒരു ബോധത്തിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ അൾട്ടിമേറ്റായിട്ടിരിക്കുന്ന ആ ബോധത്തെയാണ് ശരിക്കും പറഞ്ഞാൽ ഭാരതം ശിവം എന്ന് വിളിച്ചത്. അതായത് ശിവം എന്ന് പറഞ്ഞാൽ ആ അൾട്ടിമേറ്റായിട്ടുള്ള അഖണ്ഡമായ ബോധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ശിവം ബോധമാണെന്നുണ്ടെങ്കിൽ ശക്തി എന്ന് പറയുന്നത് നമുക്ക് എനർജി ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ശിവവും ശക്തിയും കൂടുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ നേരത്തെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്.